നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ഓരോ ഫീച്ചറുകൾക്കും AI സംവിധാനമുണ്ട്. നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്താൽ അതിനകത്ത് AI സംവിധാനമുണ്ട്. ഫേസ്ബുക്ക് എടുത്താലും വാട്സപ്പ് എടുത്താലും ഒക്കെ നമുക്ക് AIയുടെ സൗകര്യമുണ്ട്. നമുക്ക് AI കൊണ്ട് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഫോട്ടോസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ക്രോമിനകത്തും ഇത്തരത്തിൽ AI സംവിധാനം വന്നിട്ടുണ്ട്. വളരെ വ്യത്യസ്തവും വളരെ യൂസ്ഫുള്ളും നമുക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊക്കെ പല കാര്യങ്ങളും ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യുന്നതിന് ഏറ്റവും വേഗതയും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തന്നെ കൃത്യമായിട്ട് AI നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയും ചെയ്യും. സാധാരണ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇനി AIയിലൂടെ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ മുകളിലായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് AI മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഇവിടെ ഇമേജ്, അതുപോലെ തന്നെ ഓൾ വീഡിയോസ്, ന്യൂസ്, നേരത്തെ ഗൂഗിൾ ഉണ്ടായിരുന്ന അതേ സൗകര്യങ്ങളൊക്കെ ഈ ഒരു AI മോഡിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. സാധാരണ ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിലും വളരെ ഈസി ആയിട്ടും മാത്രമല്ല, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും. അതാണ് ഗൂഗിൾ ക്രോമിൻ്റെ AI മോഡ്. നമുക്കിവിടെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോസും അയാളുടെ ഹിസ്റ്ററിയും മുഴുവൻ ആളുടെ ഡീറ്റെയിൽസ് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നേരത്തെ ഗൂഗിളിനകത്ത് നമുക്ക് അയാളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി അയാളുടെ പേര് കൊടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ ഹിസ്റ്ററി ആണെങ്കിൽ അയാളുടെ പേര് കൊടുത്ത് ഹിസ്റ്ററി സെർച്ച് ചെയ്യണം. എന്നാൽ ഇവിടെ ഉദാഹരണത്തിന് ഞാനിവിടെ മലയാളം ആക്ടർ നടൻ മമ്മൂട്ടി എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും AI സെർച്ച് ചെയ്ത് നമുക്ക് തരും. എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും എടുത്ത ഡാറ്റകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് AI കൊണ്ടുവന്ന് തരും. സാധാരണ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം ഓരോന്നിനും പ്രത്യേകം നമ്മൾ സെർച്ച് ചെയ്യണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരൊറ്റ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ അയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ഗൂഗിളിൽ നിന്ന് കൊണ്ടുതരും. ഇവിടെ നോക്കുക, മുകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ 12 സൈറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഈ 12 സൈറ്റ്സ് എന്ന് കാണുന്നത് അത്രയും സൈറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റയാണ് നമുക്ക് കൊണ്ടുവന്നത്. സാധാരണ നമുക്ക് ഗൂഗിളിലൂടെ ഓരോന്നും സെർച്ച് ചെയ്ത് കണ്ടെത്തണം. ഇവിടെ 12 സൈറ്റുകളിൽ കൊടുത്ത ഡാറ്റകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഡാറ്റയാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫോട്ടോസ് ഉണ്ട്, അയാളുടെ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്, അതുപോലെ എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെയാണ് അയാളുടെ ഫോട്ടോസ്, അയാളുടെ ഹിസ്റ്ററി കാര്യങ്ങൾ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഷോ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റിലെയും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇതെന്ന് കൃത്യമായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെയൊക്കെ മലയാളം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ ആ ഒരു ഇംഗ്ലീഷിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഇതാ മലയാളത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഗൂഗിൾ ക്രോമിനകത്ത് നമുക്ക് കോപ്പി ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേഷനിലൊക്കെ കൊണ്ടുപോയി നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ജസ്റ്റ് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നേരത്തെ കണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മലയാളത്തിൽ അതിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവസാനം. അതുപോലെ തന്നെ നമുക്ക് വോയിസിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷനുടെ അവസാനം കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമേജ് വേണമെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇമേജുകൾ കിട്ടും. വീഡിയോസുകൾ, ന്യൂസുകളൊക്കെ അവിടെ മുകളിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടും വളരെ വേഗത്തിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.